നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ലൈഫ് ബീറ്റ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങളാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് കൂടുതൽ സംസാരിക്കുവാനും നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുവാനുമായി ഇവിടെ നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം പേരൂർക്കട പുനർജനി ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സ്വീറ്റിയാണ്. ഡോക്ടർ സ്വീറ്റിക്ക് ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ഡോക്ടർ, സ്ത്രീകളുടെ സെക്ഷൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പം പലരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒരുപാട് കാണും, പക്ഷേ അത് പറയാൻ മടിയായിരിക്കും എല്ലാവർക്കും. എന്തൊക്കെയായിരിക്കും സാധാരണ ഉണ്ടാകാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ്? പൊതുവേ ഇത് ആരും പറയില്ല അല്ലേ. ഈ ഇങ്ങനൊരു ടോപ്പിക് എടുക്കാൻ കാര്യം തന്നെ ഇതൊരു പോപ്പുലർ റിക്വസ്റ്റിന് വഴങ്ങിയാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ ഒരു ടോപ്പിക് എടുക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും പേഷ്യൻസ് ഉണ്ട് എനിക്ക്. അപ്പോൾ അവർ പലരും പറയാൻ വളരെ പ്രയാസവും മടിയും ഒക്കെ ഉള്ള ഒരു സംഗതി. തുറന്നു പറയാൻ ചില ഹസ്ബൻഡിനോട് ഡിസ്കസ് ചെയ്യാൻ പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ചിലപ്പം കംപ്ലൈന്റ് ചെയ്യുന്ന ചില സെക്ഷുവൽ ആക്ട് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു ഇതായിരിക്കും. അത് മാനസിക പ്രശ്നമായിട്ട് വലിയൊരു അപകർഷബോധമായിട്ട് ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് ആയിട്ട് കൊണ്ടുനടക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള രീതിക്ക് എൻ്റെ അടുത്ത് ഒത്തിരി പേര് അത് റിവീൽ ചെയ്യാറുണ്ട്. ഇപ്പം ഒരു ഗൈനക്കോളജിസ്റ്റായിട്ട് വളരെ നമ്മൾ പ്രൊഫഷണലായിട്ട് മാത്രം അപ്രോച്ച് ചെയ്താൽ ചിലപ്പോൾ അവർ പറയത്തില്ല. ഡോക്ടർ കുറച്ച് സീരിയസ് ആണെങ്കിൽ നമ്മൾ കാര്യം പറഞ്ഞു, മരുന്ന് എഴുതി പോയിക്കോളൂ, അങ്ങനെയുള്ള രീതിയിലാണെങ്കിൽ ദേ വോണ്ട് സേ. അതിനപ്പുറത്തോട്ട് പോകുമ്പോഴാണ്, പ്രത്യേകിച്ചും ഞാൻ വന്ധ്യതയും കൂടെ ഡീൽ ചെയ്യുന്ന ഒരാളെ, ഇപ്പം അറിയാതെ ആണെങ്കിലും അവർ ഈ കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മൾ നോക്കി വരുമ്പം ഒത്തിരി അധികം നമുക്ക് വിചാരിക്കാം ഇതെന്തുവാ, ഇതെല്ലാം ഒരു വലിയ ടോപ്പിക്കായിട്ട് ഇവരിവിടെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ വെളിയിൽ പറയാൻ കൊള്ളാമോ എന്നൊക്കെ ഇപ്പോൾ പലരും വിചാരിക്കുന്നു. ഒരു ഗൈനക്കോളജിസ്റ്റും എനിക്ക് തോന്നുന്നില്ല ധൈര്യമായിട്ട് ഈ ടോപ്പിക് എടുത്ത് സംസാരിക്കുന്നു. ഇതുവരെ ഞാൻ ഹെൽത്ത് ഷോസിലൊന്നും ആരും ഇത് സംസാരിക്കണ കേട്ടിട്ടില്ല. ബട്ട് ഐ എം വെരി പെർട്ടിക്കുലർ. കാര്യം എന്ന് വെച്ചാൽ സമൂഹത്തിൽ വളരെ ഒളിച്ചു വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു കാര്യവും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ അത്യാവശ്യമായ, ജീവിതത്തിലെ ഏറ്റവും നമ്മളെല്ലാ കാര്യം പോലെ, നമ്മൾ ദാഹിക്കുന്ന പോലെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ, അതുപോലെ തന്നെ സെക്ഷുവൽ സംഭവം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ്. അതേപോലെ ഒത്തിരി വേർപിരിയലുകൾക്കും ഒത്തുചേരലുകൾക്കും കാരണമാവുന്നതും ഇതിൻ്റെ അടിയൊഴുക്കുകൾ കാണും ഒരു ഫാമിലിയിൽ. അപ്പം അത് പക്ഷെ വെളിയിലുള്ളവർ അറിയുന്നില്ലെന്നേ ഉള്ളൂ. മെയിൻ പ്രോബ്ലം. അപ്പൊ ഈ ദാമ്പത്യം നന്നായിരിക്കുമ്പോ തന്നെ നാച്ചുറലി ആ ഒരു സ്നേഹം അറിയാണ്ട് വരും. സ്നേഹത്തിന്റെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴാണല്ലോ ഈ ഒരു സെക്ഷുവലി ഉള്ള ഒരു സെക്ഷുവൽ എന്ന് പറയുന്നതിനെക്കാട്ടിലും ലവ് മേക്കിംഗ് എന്ന് പറയുന്ന കുറച്ചും കൂടെ സ്നേഹപരമായിട്ടുള്ള ഒരു ഇത്, പ്രണയം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് എത്തുന്നത്. സോ പക്ഷെ അതിലൊരു ചെറിയ സ്വരച്ചേർച്ച വരുമ്പം തമ്മിൽ ആവശ്യമില്ലാത്ത വഴക്ക്, ആവശ്യമില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദേഷ്യം ഒക്കെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. അപ്പൊ ഇവര് തമ്മിൽ എന്തോ ഒരു അതിലൊരു സ്വരച്ചേർച്ചയുണ്ടെന്നുള്ളത് ബാക്കി ഇതാ അവര് തന്നെ പറയും. അപ്പൊ സ്ത്രീകൾ പതുക്കെ അത് വെളിയിൽ പറയാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോഴും. അത് ഏത് സ്ത്രീ ആയാലും, ഇനിയിപ്പോൾ എത്ര ഫോർവേഡായ ഒരു സ്ത്രീ ആയാലും ഈ ഒരു കാര്യം പറയത്തില്ല. സോ അപ്പം മാക്സിമം വന്ന് പറയുന്ന ഒരു കാര്യം, ഒരു കൂടുതലും ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഫസ്റ്റ്, അപ്പം നമുക്കിത് പല കാലഘട്ടങ്ങളായിട്ട് വേണമെങ്കിൽ സ്ത്രീകളെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏജ് വൈസ് ആണോ? ഏജ് വൈസ് എന്നല്ല, അവരുടെ ഈ മാരേജ്, ജസ്റ്റ് ആഫ്റ്റർ മാരേജ്, പിന്നെ ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, അതായത് കുഞ്ഞുങ്ങൾക്ക് ശേഷം, പിന്നെ ഒരു പ്രായം കഴിഞ്ഞ് മധ്യവയസ്സ് കഴിഞ്ഞിട്ട്, പിന്നെ ആർത്തവ വിരാമം കഴിഞ്ഞിട്ട്, മെനോപോസ് കഴിഞ്ഞ്, ഇങ്ങനെ സ്ത്രീകൾക്ക് പല ആണുങ്ങളിൽ അത്ര വ്യത്യാസം കാണുന്നില്ല അല്ലെ. അവരുടെ ബോഡിയിൽ അത്ര വലിയ ഹോർമോൺ ചേഞ്ചസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരെപ്പോഴും ഓൾമോസ്റ്റ് സെയിം അതേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഹോർമോണുകൾ അങ്ങനെയാണ് അവരെ ശീലിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ സ്ത്രീ അങ്ങനെയല്ല. സ്ത്രീ ഒരു സമയം കഴിയുമ്പം പല പല പ്രശ്നങ്ങളിലേക്ക് സ്ത്രീ പോവുകയാണ്. അപ്പം പല ആക്ടിവിറ്റീസ് ആയിരിക്കും. അവർ ചിലപ്പം ഇതിലോട്ടുള്ള ഇൻട്രസ്റ്റും ഒക്കെ കുറഞ്ഞു വരിക അങ്ങനെ. സോ സ്ഥിരമായിട്ട് കല്യാണം കഴിഞ്ഞതും ഉടൻ കിട്ടുന്ന ചില ഇതെന്തെന്ന് വെച്ചാൽ, ഒരു മിക്കവാറും വരുന്നത് ഒന്നി ഈ ബന്ധപ്പെടാൻ പ്രയാസമുള്ളവർ, അത്
അത് എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം വളരെ 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 കുറവാണ്. അതിവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഈ ഒത്തിരി നമ്മൾ ഇന്റർനെറ്റും ഇതും ഒക്കെ വർദ്ധിച്ചു എന്ന് വിചാരിക്കുമ്പോഴും ഒത്തിരി നമ്മുടെ സമൂഹം വളരെ സാക്ഷരത നേടിയെന്ന് വിചാരിക്കുമ്പോഴും ഈ സെക്ഷുവൽ ഇന്റർകോഴ്സ് ഇതിനെയൊക്കെ കുറിച്ചുള്ള അറിവ്, പ്രോപ്പർ എഡ്യൂക്കേഷൻ, അതായത് പെർവേർട്ടഡ് എഡ്യൂക്കേഷൻ കൂടുകയും അതിന്റെ നോർമൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെർവേർട്ടഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഇന്നത്തെ മിക്ക കുട്ടികളും തുറന്നു പറയുക തന്നെ വേണം. എനിക്ക് മിക്ക ജനറേഷനിലുള്ള കുട്ടികളും ഇന്റർനെറ്റിൽ വീഡിയോസ് കാണുന്നുണ്ട്. ഇതെല്ലാം ഞാൻ പല അനുഭവങ്ങളിൽ തന്നെ കണ്ടിട്ടുണ്ട്. എന്നോട് സ്വന്തമായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഫീമെയിൽസ് ആൻഡ് മെയിൽസ് ഇന്റർനെറ്റിൽ വീഡിയോ അതിൽ കാണുന്നതെല്ലാം പെർവേർഷൻസ് ആണ് കാണുന്നത്. വെച്ചാൽ ഒരു ആണും പെണ്ണും തമ്മിലുള്ള നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സെക്ഷുവൽ ഇതല്ല കാണിക്കുന്നത്. വളരെ വൃത്തികെട്ട രീതിയിൽ, അതായത് നമ്മൾ ഒരിക്കലും അതൊരു നോർമൽ പ്രോസസ്സിലുള്ളതേ അല്ല കാണിക്കുന്നത്. ഡോക്ടർ, നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ഖൈറുന്നീസാണ്. എന്റെ മോൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഡോക്ടർ അടുത്ത് ചോദിച്ചോളൂ. ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ ഹൈറുന്നീസ്. ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഓക്കെ. ഹലോ. കേക്കാം പറഞ്ഞോളൂ. എന്റെ മോളെ ഞാന് 15 വയസ്സായ സമയത്ത് കല്യാണം കഴിച്ചിരുന്നു. അപ്പൊ അവള് ആ സമയത്ത് തന്നെ പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു. 15 വയസ്സിലോ? 15 വയസ്സ്, 10ൽ പഠിക്കുന്ന സമയത്ത്. അയ്യോ. എന്നിട്ട് 15 വയസ്സിൽ എന്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞോളൂ. എന്നിട്ട് അവള് പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഇപ്പോഴെന്നെ ഗർഭം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഗുളിക കഴിച്ച് പിന്നെ പ്രഗ്നന്റ് ആയിട്ടില്ല. അത് ഇപ്പൊ എത്ര വയസ്സായി മോൾക്ക്? ഇപ്പൊ 18 വയസ്സായി. പിന്നെ പ്രഗ്നൻസി വന്നിട്ടില്ല? പിന്നെ പ്രഗ്നൻസി ആയിട്ടില്ല. ഡോക്ടർ ആരെങ്കിലും കാണിച്ചോ? ഡോക്ടറെ കഴിഞ്ഞ വർഷം അവൻ നാട്ടിൽ വന്നപ്പോഴും ഡോക്ടറെ കാണിച്ചിരുന്നു. ഇപ്പോഴും ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതുവരെ പ്രഗ്നൻസി ആയിട്ടില്ല. അപ്പം ഭാര്യയും ഭർത്താവ് ഒരുമിച്ചല്ല താമസം? ഇല്ല, അവൻ ഗൾഫിലാണ്. പോയി വരുന്ന ലീവില് ഡോക്ടറെ കാണിക്കാറുണ്ട്. അത് ഒരു കാര്യമാണ്. രണ്ടുപേരും ഒരുമിച്ചല്ല താമസം. 1-2 മാസമേ ഒരുമിച്ചുള്ളൂ അല്ലേ? അതൊക്കെ ഒരു പ്രശ്നമാണ്. പിന്നെ വരുന്ന സമയം പുള്ളി വന്നതും ഉടനെ തന്നെ ഭർത്താവിനും എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് പുള്ളിയുടെ ബീജത്തിന്റെ ടെസ്റ്റും കൂടി ഒന്ന് ചെയ്യിപ്പിക്കണം. മോളെ മാത്രം ചികിത്സിപ്പിച്ചിട്ട് കാര്യമില്ല കേട്ടോ. രണ്ടുപേരുടെയും ബേസിക് ആയിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ കുറച്ച് ദിവസമേ അവർ ഒരുമിച്ച് താമസിക്കണുള്ളൂ. ആ സമയത്ത് ഒരു വന്ധ്യത സെന്ററിൽ ചെന്നിട്ട് എത്രയും വേഗം ഇത് ഗർഭധാരണം ഉണ്ടാവത്തക്ക രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ തുടങ്ങുകയാണ് ഇനി വേണ്ടത് കേട്ടോ. അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ അബോർഷൻ ഗുളിക കഴിച്ചാലും വീണ്ടും പ്രഗ്നൻസി ആവില്ല? അങ്ങനെയൊന്നുമില്ല. ഇല്ല ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇവർ ഒരുമിച്ച് താമസിക്കുന്ന സമയം കുറവായത് തന്നെയായിരിക്കണം ഒരു കാരണം കേട്ടോ. എന്തായാലും അവരുടെ ടെസ്റ്റുകളൊക്കെ ഒന്ന് പ്രാഥമികമായിട്ടുള്ളതൊക്കെ ചെയ്തോ കേട്ടോ. അതായിരിക്കും നല്ലത്. ഓക്കെ. താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന ഇന്റർനെറ്റിൽ അതൊരു ഇതിപ്പോ നമ്മളൊരു സാമൂഹ്യ നന്മയ്ക്ക് നടത്തുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഇത് പറഞ്ഞേ പറ്റൂ. വളരെയധികം പെർവേർട്ടഡ് ആയിട്ടുള്ള വീഡിയോസ്, സെക്സ് വീഡിയോസ്, അതില് കമ്മ്യൂണിറ്റി സെക്സ് അല്ലെങ്കിൽ മെനി പീപ്പിൾ ഇൻവോൾവ് ഇൻ എ സെക്ഷൽ അഫെയർ, കാണാൻ ഒരു രീതിയിലും ഹെൽത്തി ആയിട്ടല്ലാത്ത കാര്യങ്ങൾ ആദ്യമായിട്ട് ഒരു കുട്ടി കാണുന്നത് ഇതാണ്. 9ലും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10. അപ്പൊ ഇതാണ് ഒരു ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മനസ്സിലിരിക്കുന്ന സെക്ഷൽ അഫെയർ. പിന്നെയാണ് ഇവർ ഇതെല്ലാം കണ്ട് മടുത്തിട്ട് ചിലപ്പോൾ അതിനോട് തന്നെ ഒരു മടുപ്പ് തോന്നിക്കാണും ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ. എന്നിട്ടാണ് അവരൊരു സെക്ഷൽ ഇതിൽ പോകുന്നത്. പക്ഷേ മാരീഡ് ലൈഫിലേക്ക് അപ്പം പക്ഷെ അവർക്ക് യഥാർത്ഥ ഒരു മാരീഡ് ലൈഫ്, അതായത് ഈ മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു സ്നേഹം കൊണ്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ്. ഇതുപോലെ ഒരു മൃഗീയമായിട്ടുള്ള ഒരു പെർവേർട്ടഡ് സെക്സ് അല്ല. സോ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാണ്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് മെനി കപ്പിൾസ് അവർക്ക് വരുന്നത്. ഒന്നാമത് അവരുടെ ആ ബേസിക് ഇന്ററാക്ഷൻ ഉണ്ടാവുന്നില്ല. പിന്നെ ആണിന് പ്രതികരിക്കാൻ പറ്റാതെ വരുന്ന ഇറക്ഷൻ പ്രോബ്ലംസ് വരുന്നുണ്ട്. പെൺകുട്ടിക്കാണെങ്കിൽ
അതിനോടൊരു വലിയ പേടി. അങ്ങനെയാണ് മിക്കവാറും പെൺകുട്ടികൾ വരുന്നത്. വല്ലാത്ത പേടി വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ ഇത് ദേഹപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഹൈമൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, കന്നികാ ചർമ്മം എന്ന് പറയുന്നത്, അത് വളരെ തിക്കായിട്ട് വരുന്ന കുട്ടികളുണ്ടാവും. അപ്പം അങ്ങനെയുള്ളപ്പോൾ നോർമലായിട്ട് ഒരു സെക്ഷുവൽ ഇതിൽ അത് ചിലപ്പം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല, അത് നോർമലായിട്ട് നടക്കത്തില്ല. കൺസൾട്ട് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അപ്പം നമ്മൾ ഈ ഹൈമനെക്ടമി എന്ന് പറയുന്ന സംഭവം, അതായത് അതിന് ചെറിയ ഒരു മരവിപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ അനസ്തീസിയയിൽ നമ്മൾ അതിന് ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് അവർക്ക് കുറച്ച് ദിവസത്തെ ഒരു റെസ്റ്റ് എന്ന് വെച്ചാൽ ഇന്റർകോഴ്സ് ഇല്ലാതിരുന്നിട്ട്, സെക്ഷുവൽ ഇന്റർകോഴ്സ് ഇല്ലാതിരുന്നിട്ട് പിന്നെ ജെല്ലി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊടുത്ത് പതുക്കെ സെക്സിലോട്ട്, പിന്നെ ആ കുട്ടിയുടെ പേടിയൊക്കെ ഒന്ന് മാറ്റി അത് കുറച്ച് മെന്റലിയും ഇതാവുന്ന തരത്തിലുള്ള കുറച്ച് ഒരു ടെൻഷൻ റിലീവേഴ്സ് ഒക്കെ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകുക. അത് ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ എനിക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കാര്യം വെച്ചാൽ മെയിനായിട്ട് ആ കൗൺസിലിംഗ്, ടെൻഷൻ റിലീവ് ചെയ്യുക, പിന്നെ മെയിൽസ് പാർട്ട്നേഴ്സിനെയും, അതായത് ഇത് വന്നിട്ട് വേറെ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളിവിടെ എടുക്കേണ്ടത്. നിങ്ങൾ ഇതുവരെ കണ്ട വീഡിയോസോ ഇതോ ഒന്നും അല്ല ഇത് ഒരു മനുഷ്യൻ രണ്ടുപേരും ജീവിതകാലം മുഴുവനുള്ളൊരു ബന്ധമാണിത്. സോ ഇവിടെ സ്നേഹത്തിനാണ് ഇമ്പോർട്ടൻസ്. സോ അതുപോലെ ആയിരിക്കണം പാർട്ട്ണറോട് ബിഹേവ് ചെയ്യേണ്ടത്. ഈ സെക്ഷൽ പ്രോബ്ലംസിൽ 50% അധികവും മെന്റലായിട്ട് വരുന്നത്, മെന്റൽ പ്രോബ്ലംസ് ആണ് കൂടുതൽ. അത് മെന്റലും ഉണ്ട്, പിന്നെ ഫിസിക്കൽ പ്രോബ്ലംസിനെ പറ്റി ഞാൻ പറയാം. അത് പിന്നെയാണ് വരുന്നത്. ആദ്യത്തെ തുടക്കം ഇങ്ങനത്തെ കല്യാണം കഴിഞ്ഞത് ഉടനെ വരുന്നത് കൂടുതലും മെന്റൽ പ്രോബ്ലംസ് ആണ്. ഓക്കെ, സോ അപ്പം അത് ഒന്ന് ഈ ഹെൽത്തി സെക്സിലേക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ എപ്പോഴും പ്രേരിപ്പിക്കുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്കൂൾസിലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണ് ആക്ച്വൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ, അത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് നോർമൽ സെക്സ്, അത് എന്താണ് അതിൻ്റെ ശരിക്കുള്ള സയൻറ്റിഫിക് ബേസ് എന്താണ്, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി മോശമായ വീഡിയോ കണ്ട് അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഡോക്ടർ ചോദിച്ചോളൂ. പറഞ്ഞോളൂ. മോക്ക് 12 വയസ്സായത്. അതൊക്കെ ഈ ഇടയാണ് എന്റെ അമ്മ കുളിപ്പിച്ചപ്പോഴാണ് ഒരു വ്യത്യാസം കണ്ടത്. യൂറിന്റെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇച്ചിരി വലിപ്പം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോഴ് അത് സാധാരണ കുട്ടികൾക്ക് ഇല്ലാത്തതൊക്കെ ഒരു ശകലം പുറത്തോട്ട് തള്ളിയിരിക്കുന്നതൊക്കെ തോന്നി. ഇവിടെ അടുത്തുള്ളത് ഡോക്ടർ ക്ലിനിക്കിനെ കാണിച്ചപ്പം പറഞ്ഞ് ഇത് പീഡിയാട്രിക് സർജനെ കാണിച്ചു നോക്ക് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ സർജനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് സ്കാനൊക്കെ ചെയ്ത്, സ്കാനിൽ ഓവറിലേക്ക് വല്ല കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇത് എന്തെങ്കിലും ചെയ്യാം, അതല്ല മോള് ഇതുവരെ പീരീഡ് ആയിട്ടില്ല, അപ്പോഴത് കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഡോക്ടർ അത് സർജൻ കണ്ടിട്ട് ഇത് ചെയ്യണം, പക്ഷെ മോള് ഈ മെത്തേഡ് ആവാത്തതുകൊണ്ട് ഇത് ചെയ്യുന്നില്ല. അങ്ങനെ വല്ല കംപ്ലൈന്റ് ഉണ്ടോ? അല്ല, അത് എന്ത് കംപ്ലൈന്റ് ആണ്, എന്ത് സർജറിയാ ചെയ്യണം എന്നാ പറഞ്ഞേ? അത് ഒരിച്ചിരി എന്തെങ്കിലും വലിപ്പം കുറച്ചാക്കണമെന്ന്. ഈ യൂറിൻ പോണ സ്ഥലത്തില് വലിപ്പം കൂടുതലായിട്ട് കാണുന്നു. അതെ, അപ്പൊ ഇത് ഈ ഒരു ഇങ്ങനെ ഇതിപ്പം എനിക്ക് ശരിക്കും അതിന്റെ ഒരു രൂപം കിട്ടുന്നില്ല. നേരിട്ട് ഒന്ന് കണ്ട് എക്സാമിൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് അതിന്റെ ഒരു ഐഡിയ പറയാമായിരുന്നു. അല്ല വല്ല ഹോർമോൺസ് കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല അത് എന്താണ് അതായത് അനറ്റോമിക്കൽ ഡിഫക്റ്റ് എന്താണ് അതിൻ്റെ ദേഹപരമായിട്ടുള്ള ഡിഫക്റ്റ് എന്ന് ഒന്ന് നേരിട്ട് കണ്ടാലേ ഇത് പറയാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കുട്ടിക്ക് എന്താണ് ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളതെന്ന് അറിയണം. അത് എക്സാമിൻ ചെയ്ത് ഒന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞാനൊന്ന് എക്സാമിൻ ചെയ്തിട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ട്രിവാൻഡ്രത്താണ്, പേരൂർക്കട പുനർജനി ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. അതെ, ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, ഡോക്ടർ ചോദിച്ചോളൂ. പറഞ്ഞോളൂ. പറയൂ, പറഞ്ഞോളൂ, കേക്കാം. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി, ഇതുവരെ കുട്ടികളായിട്ടില്ല.
അപ്പൊ അതിന് ഡോക്ടർമാർ ആരെങ്കിലും കാണിച്ച് ടെസ്റ്റ് വല്ലതും ചെയ്തിരുന്നോ? ടെസ്റ്റ് ചെയ്തിരുന്നു, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. രണ്ടുപേർക്കും? അല്ല, ഹസ്ബൻഡിന് കൗണ്ടിൽ ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതെന്താ ശരിയാക്കിയോ? ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുന്നു. ആ, കൗണ്ട് കൂടിയോ? കൗണ്ട് കൂടിയിട്ടുണ്ട്. ഒരു പിന്നെ ചെക്ക് ചെയ്തിട്ട് കുറച്ചായി, 1 മാസം ആയി. ഇപ്പം എനിക്ക് പീരിയഡ്സ് ആവേണ്ട ഡേറ്റ് ആണ്. അപ്പൊ ഇത് ഇതുവരെ കൃത്യമായിട്ട് ആയിട്ടില്ല. പക്ഷെ ചെറുതായിട്ട് എന്താ ചെറിയ രീതിയിൽ ബ്ലീഡിങ് ഉണ്ട്. അല്ല, പ്രഗ്നൻസി ഇതുവരെ ഒരു പ്രാവശ്യമെങ്കിലും ആയിട്ടുണ്ടോ? ഇല്ല, ആയിട്ടില്ല. ആയിട്ടില്ല. അപ്പോ പീരിയഡ്സ് റെഗുലർ ആയിട്ട് ആകുന്ന ആളാണോ? ചിലപ്പോ 2-3 ദിവസം താമസിക്കാറുണ്ട്. ഇപ്പൊ എനിക്ക് ഡേറ്റ് കഴിഞ്ഞിരിക്കുക. അപ്പൊ ചെറിയ രീതിയിൽ ഉണ്ട്. അല്ല, അപ്പം പ്രഗ്നൻസി ടെസ്റ്റ് ഒന്ന് നോക്കുക. ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക, പ്രഗ്നൻസി ടെസ്റ്റ് നോക്കുക, പ്രഗ്നന്റ് വല്ല ആണോ എന്ന് നോക്കുക. നോർമൽ ബ്ലീഡിങ് ഇല്ലെങ്കിൽ, പിന്നെ അതല്ല പ്രഗ്നൻസി നെഗറ്റീവ് ആണെങ്കിൽ ഇത് ശരിക്കുള്ള പീരീഡ് വരാത്ത എന്തുകൊണ്ടാണെന്നുള്ളത് ബാക്കി വല്ല ഹോർമോൺ ടെസ്റ്റോ ഒക്കെ ചെയ്തൊന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് രണ്ടുപേരും കുറച്ചും കൂടി ഒന്ന് വിശദമായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയരാണ് നല്ലത്. കാര്യം എന്ന് വെച്ചാൽ ഓവുലേഷൻ സ്റ്റഡി, ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറയുന്ന സംഗതി, അതായത് ശരിക്കുള്ള അണ്ടോൽപാദനം നടക്കുന്നുണ്ടോ സ്മിതയ്ക്ക് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കണം. എന്നാലേ അത് പൂർത്തിയാവുന്നുള്ളൂ നിങ്ങളുടെ ഈ വന്ധ്യതാ ചികിത്സ. ഓക്കെ, റൈറ്റ്. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, പലർക്കും ഈ സെക്ഷൽ ഇന്റർകോഴ്സ് പെയിൻഫുൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. എന്തായിരിക്കും അതിന്റെ റീസൺ? ഇൻഫെക്ഷൻ എന്തെങ്കിലും കൂടുതൽ വരുന്ന ഒരു കംപ്ലൈന്റ് ആണ്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ അത് ഈ തുടക്കത്തിലെ തന്നെ ആദ്യത്തെ ഇന്റർകോഴ്സ് തന്നെ പെയിൻഫുൾ ആയിരിക്കുമ്പം ഈ ഹൈമൻ തിക്കായിരിക്കും, നമ്മൾ അത് മാറ്റി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് തീരും. അത് ആദ്യത്തെ തുടക്കം, ഫസ്റ്റ് ഇന്റർകോഴ്സ്. അത് കഴിഞ്ഞിട്ടും പിന്നെ പല പ്രായങ്ങളിലും പെയിൻഫുൾ എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. അത് 2 കാരണങ്ങളാവാം. ഒരു പ്രായ പരിധിയിൽ മേ ബി ഫ്രം 30s to 40s അല്ലെങ്കിൽ 28-25 മുകളിൽ പിന്നെ ഒരു 35-ക്കുള്ളിലൊക്കെ വരുന്നത് ഇൻഫെക്ഷൻ കാരണമായിരിക്കും. ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് യോനി ഭാഗത്തുള്ള ഇൻഫെക്ഷൻ, ദാറ്റ് ഈസ് വെജൈനൽ ഇൻഫെക്ഷൻ, തീർച്ചയായിട്ടും വേദന ഉണ്ടാക്കും. ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കുമ്പോൾ ഹസ്ബൻഡിനും അത് പകർന്ന് കിട്ടും. അത് ഹസ്ബൻഡിൽ നിന്ന് ചിലപ്പോൾ വൈഫിന് കിട്ടുന്നതായിരിക്കും. 2 പേരെയും ആ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അത് ഈ ഇൻഫെക്ഷനെ സ്ത്രീക്ക് ചിലപ്പം കൂടുതൽ അഫക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ യൂട്രസിലും ട്യൂബിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്ന ഇതായിരിക്കും ഈ ഇൻഫെക്ഷൻ. അതേപോലെ പുരുഷനും നിസ്സാരമായിട്ട് അതങ്ങ് വഴി പോയി എപ്പിഡിഡിമൈറ്റിസ് ആവാം. പിന്നെ പ്രോസ്റ്റേറ്റിനെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രോണിക് ആയി പോകും ചിലപ്പോൾ. അത് സഹിക്കാൻ മേലാത്ത, അത് പുരുഷന്മാർ പലർക്കും അറിയത്തില്ല. അപ്പൊ ഇൻഫെക്ഷൻ 2 പേരും ഒരേ സമയത്ത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് റെഗുലാരിറ്റിയിൽ എടുക്കണം. എന്നുവെച്ചാൽ ഒരൊറ്റ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞു അങ്ങനെ തീരുന്നതല്ല. അത് റെഗുലാരിറ്റിയിൽ ട്രീറ്റ്മെന്റ് എടുത്ത് വരുമ്പോഴത്തേക്കും അത് കറക്റ്റഡ് ആയിക്കോളും. അതോടൊപ്പം തന്നെ ഈ ട്രീറ്റ്മെന്റിന്റെ ഇത് ശരിയായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ മാറുന്നത് അറിയാൻ പറ്റും. അവർ വെള്ളപോക്ക്, ഒത്തിരി വെള്ളയോ മഞ്ഞ കളറിലുള്ള സ്മെല്ലി ആയിട്ടുള്ള ഡിസ്ചാർജ്, വളരെ സ്മെല്ലുള്ള ഡിസ്ചാർജ്, ഇതൊക്കെയാണ് അവർ പറയുന്ന ലക്ഷണങ്ങൾ. അത് പിന്നെ അതല്ലാതെ ഒരു ചൊറിച്ചിൽ പോലത്തെ സംഭവങ്ങൾ, യൂറിൻ പാസ് ചെയ്യുമ്പം ഒരു വല്ലായിക വിങ്ങൽ, ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്, നീറ്റൽ, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എസ്പെഷ്യലി ഒരു ബന്ധപ്പെടൽ കഴിഞ്ഞിട്ടുള്ള ഒരു വല്ലാത്തൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരവസ്ഥ പറയും. സോ അത് വളരെ കറക്റ്റായിട്ടാണ് നമുക്ക് അറിയാൻ പറ്റും. സോ അത് കറക്റ്റായിട്ട് യൂറിനറി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക. പിന്നെ അത് മെയിനായിട്ട് ഈ വെജനൽ ഇൻഫെക്ഷൻ, അതായത് യോനി ഭാഗത്തുള്ള ഇൻഫെക്ഷന് അത് ട്രീറ്റ് ചെയ്യുക. ഇപ്പം സ്ഥിരം സ്ത്രീകൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോവുക, ഒരു ക്രീം വാങ്ങിക്കുക. ആ ചൊറിച്ചിലിൻ്റെ ക്രീം എന്ന് പറയുമ്പോൾ അവരെന്തെങ്കിലും ഒരെണ്ണം കൊടുക്കും, അത് പുരട്ടും. അങ്ങനെ അതിനെ ക്രോണിക് ആക്കും ഈ ഇൻഫെക്ഷൻ. അപ്പം അത് ഒരു കാലത്തും മാറാതെ കിടക്കും. അതല്ലാതെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് പക്കാവായിട്ടുള്ള ഇൻഫെക്ഷൻ ട്രീറ്റ്മെന്റ് എടുത്ത് ഈ വേദന എന്നുള്ള സംഗതി ഫുള്ളായിട്ട് മാറി മാറ്റും. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ കോള് കട്ട്. ഡോക്ടർ, പിന്നെ ഈ പെൺകുട്ടിയുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം വരാവുന്ന പ്രോബ്ലംസ്. ഒരു കാര്യം, വേദനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നും കൂടെ, വെജൈനസ്മസ് എന്നൊരു കാര്യമുണ്ട്. അതും ഈ വേദനയ്ക്ക് കാരണമായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ അത് കുറച്ച് മാനസികമായിട്ടൊരു പ്രശ്നം കൂടിയാണ്.
ചിലപ്പോൾ ഈ സെക്സിനോടുള്ള ഒരു ഭയം, ഇഷ്ടമില്ലായ്മ, അല്ലെങ്കിൽ പ്രിപ്പയർഡ് അല്ലാത്തൊരവസ്ഥ. ഇപ്പൊ ഒന്നാമത്തെ കാര്യം, നൈറ്റ് ആൻഡ് ഡേ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. മെൻ ആർ ഓൾസോ ലൈക്ക് ദാറ്റ്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ രണ്ടുപേരും ഇതിനൊക്കെ ഇപ്പൊ പണ്ടത്തെ മാതിരി അല്ല, ഇതിന് സമയം കണ്ടെത്തണം. അങ്ങനത്തെ ഒരു അവസ്ഥയായത്. ഇതൊരു സന്തോഷകരമായിട്ട് നല്ല ഒരു മൂഡില് സുഖകരമായിട്ട് ഒരു നമുക്ക് നല്ല ഒരു ഇതൊരു പ്ലസന്റ് ആയിട്ടുള്ളൊരു സംഗതി അത് മാറിയിട്ട് ഇതൊരു നിശ്ചയമായിട്ട് ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി നടക്കേണ്ട ഒരു പ്രക്രിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് എന്ത് പറ്റും, ചിലർക്ക് വന്നിട്ട് അതിനോടൊരു ഇഷ്ടമില്ല. അപ്പം ഈ വെജൈനസ്മസ് പറഞ്ഞ വെജൈനൽ മസിൽസ് തന്നെ ടൈറ്റായിട്ട് ആയി, അറിയാതെ തന്നെ അത് ടൈറ്റ് ആയിട്ട് ആകാൻ തുടങ്ങും ഈ ഇന്റർകോഴ്സ് തുടങ്ങുമ്പോൾ തന്നെ. അതായത് മാനസിക പ്രശ്നം, അതറിയാതെ മെന്റലി വരുന്ന പലതും നമുക്ക് ഫിസിക്കലി, ഇപ്പൊ നമ്മള് സ്ട്രെയിൻ ഒരുപാട്, ഇപ്പൊ നമുക്ക് മനസ്സിന് ഒരുപാട് വേദന വരുമ്പോഴത്തേക്കും നമുക്ക് തലവേദന എന്ന് നമ്മൾ പറയാറില്ലേ, അയ്യോ ഭയങ്കര തലവേദന എടുക്കണം. ആക്ച്വലി അത് മെന്റൽ പ്രോബ്ലം ആയിരിക്കും, പക്ഷെ അത് തലവേദനയുടെ എപ്പോഴും ഫിസിക്കൽ കൺവേർഷൻ ഉണ്ടാവും പല കാര്യങ്ങൾക്ക്. അതേപോലെ തന്നെ ഇവർക്ക് ഇഷ്ടമില്ലായ്മയും ആ ഒരു എന്തോ ഒരു അവരുടെ സ്ട്രെയിന്, അല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് പ്രിപ്പയർഡ് അല്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ വെജൈനിസ്മസ്, അതായത് ആ മസിൽസ് എല്ലാം കൂടി അങ്ങ് കയറി ടൈറ്റ് ആവും. അപ്പം ഭയങ്കര പെയിൻ ആയിരിക്കും. ഒരിക്കലും ഇലാസ്റ്റിക് ആയിട്ട് അത് നല്ലവണ്ണം വിരിഞ്ഞു കൊടുത്താൽ മാത്രമേ നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് കോൺടാക്ട് ഉണ്ടാവാൻ പറ്റുള്ളൂ. പക്ഷെ അതല്ല സ്ത്രീക്ക് മറിച്ച് അവർ പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവും. സോ ദാറ്റ് ഓൾസോ പെയിനൊരു കാരണമാണ്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആ ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടർ, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു, ഇതൊരു കുട്ടികളുണ്ടായിട്ടില്ല. 1 വർഷം? ഫെബ്രുവരിയില് കഴിഞ്ഞത്. ഒരുമിച്ചാണോ താമസിക്കുന്നത്? പാലക്കാട്. അല്ല, ഒരുമിച്ചാണോ രണ്ടുപേരും താമസിക്കുന്നത്? ഏതെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കിയോ? ഒരു പ്രാവശ്യം മാസത്തില് 2-3 പ്രാവശ്യം മെൻസസ് ഉണ്ടായിരുന്നു, അപ്പൊ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു പ്രശ്നം? അപ്പൊ ഒരു പ്രശ്നമില്ലാന്നാ പറഞ്ഞത്. ടെസ്റ്റ് ചെയ്തു, സ്കാൻ ചെയ്തു, ഹോർമോൺ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയോ? ടെസ്റ്റ് ചെയ്തു. പിന്നെന്താ ഈ 3 പ്രാവശ്യമൊക്കെ പീരിയഡ്സ് വരുന്നത്? ഹോർമോൺ ടെസ്റ്റ് ചെയ്തിട്ടില്ല, അവര് ചെക്കപ്പ് ചെയ്തുള്ളൂ. അപ്പൊ അതൊക്കെ ചെയ്യണം. നല്ല ഒരു വന്ധ്യത ചികിത്സിക്കുന്ന ഒരു സെന്ററിലേക്ക് ചെല്ലുക, എന്നാലേ നിങ്ങൾക്ക് ബലം കിട്ടുള്ളൂ. അവിടെ ആവുമ്പോഴത്തേക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യും. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പുരുഷന്റെ ബീജപരിശോധന ഒരു സൈഡിൽ നടക്കും, പെൺകുട്ടിയുടെ ഹോർമോൺ ടെസ്റ്റുകൾ, അത്യാവശ്യം സ്കാന്, പിന്നെ ഈ മുട്ടകൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള ചികിത്സ. അപ്പം ഇതൊക്കെയാണ് ബേസിക്. ഇതൊക്കെ കൂടെ ചെയ്യുമ്പോഴേ നമുക്ക് എന്താണ് രണ്ടുപേരുടെയും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാ പോലും കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ എന്തായാലും ഇത് അറിയണം, അണ്ടോൽപാദനം നടക്കുന്നുണ്ടോ നന്നായിട്ട് എന്നുള്ളത് കേട്ടോ. ഫോളിക്കുലർ സ്റ്റഡി അല്ലെങ്കിൽ ഓവുലേഷൻ സ്റ്റഡി, എനിക്ക് തോന്നുന്നു ഒരു വന്ധ്യത സെന്ററിൽ പോകുന്നതായിരിക്കും കുറച്ചും കൂടി സാധാരണ ഒരു ഗൈനക്കോളജിസ്റ്റിനെ വീട്ടിൽ പോയി കാണുന്നതിലും ഭേദം ഒരു വന്ധ്യത സെന്ററിൽ ചെല്ലുന്നതായിരിക്കും. രണ്ടുപേരും കപ്പിളായിട്ട് ചെല്ലുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ, അപ്പോൾ കുറച്ചും കൂടെ ഫലപ്രദമായിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, ഞാൻ നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരാവുന്ന പ്രശ്നങ്ങൾ. ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഈ എനിക്ക് മുമ്പേ വന്നിരുന്ന് കരഞ്ഞിട്ടുള്ള ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു റിക്വസ്റ്റിലാണ് ഞാൻ പറഞ്ഞില്ലേ ചെയ്യണം വെച്ചാൽ, ഡെലിവറി കഴിയുമ്പോഴത്തേക്കും പെൺകുട്ടിയൊക്കെ പിന്നെ ഒരു കുറച്ച് മാനസികമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിലെ കുറച്ച് അവയർനെസ് കുറവാണ്. ഒന്ന്, അവര് ഇപ്പോൾ ഒരുപാട് പ്രസവ ശുശ്രൂഷയും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർ വണ്ണം വയ്ക്കും. ഓക്കെ, റുട്ടീൻ നമ്മൾ കാണാന്നുള്ളതാണ്. സാധാരണ ഒരു കുട്ടി അവരുടെ ഒരു ഷേപ്പൊക്കെ മാറി ഒരു ഇച്ചിരി കൂടി പ്രായം ചെന്ന ഒരാളായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. 10, 23, 24 വയസ്സിൽ അങ്ങനെ ആകുന്നത് ഒരാൾക്കും ഇഷ്ടമുള്ളൊരു കാര്യമാവില്ല. അപ്പം അങ്ങനെ നമുക്ക് കാണാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ നോർമൽ ഡെലിവറീസ് വരുമ്പോൾ 1 or 2 ഡെലിവറി കഴിയുമ്പോൾ എന്ത് പറഞ്ഞാലും അത് ഈ യോനി ഭാഗം വഴി 3 കിലോ ഉള്ള കുട്ടി വരികയാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ
അതിൻ്റെതായ എലാസ്റ്റിസിറ്റി, അതായത് അത്രയും ഈ ചെറിയ ഒരു വെജൈനൽ കനാൽ, അതായത് യോനിയുടെ ആ കനാല് അത് വിരിഞ്ഞു കൊടുക്കുന്നത്, അമ്മയുടെ ആ കനാല് വിരിഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് കുട്ടിയുടെ അത്രയും വലിയ തലയും ആ 3 കിലോ വെയിറ്റുള്ള ഒരു സംഭവം നമുക്ക് ഒരിക്കലും ഇതിൽ കൂടെ വരുമെന്ന് നമുക്ക് സാധാരണഗതിയിൽ നോക്കുമ്പം വിശ്വസിക്കാനേ പറ്റത്തില്ല. പക്ഷെ അത് അത്രത്തോളം ഇലാസ്റ്റിക് ആണ്, എന്നുവെച്ചാൽ അത്രത്തോളം വിരിഞ്ഞു കൊടുക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമായതുകൊണ്ടാണ് ദൈവം അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. അതുവഴിയേ വരികയാണ്. പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പഴയ ഒരു സ്ഥിതിയിലേക്ക്, പഴയ ഒരു പണ്ട്, അതായത് ആ കുഞ്ഞ് വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ആ ഒരു ടൈറ്റ്നെസ്സിലേക്ക്, മസ്കുലർ ടൈറ്റ്നെസ്സിലേക്ക് പോകാൻ പ്രയാസമായിരിക്കും. എന്തായാലും പഴയ സ്ഥിതിയിലേക്ക് പോകത്തില്ല. കുറച്ചെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് ഒരു ലിമിറ്റ് വരെയൊക്കെ അതാക്കണമെങ്കിൽ അതിന് പക്കാ എക്സസൈസസ് ഉണ്ട്. അതൊക്കെ നമ്മളിൽ എത്ര പേര് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര പേർക്ക് അവയർനെസ് ഉണ്ട്? ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ടുണ്ട് 2 months പാക്കേജ് ആയിട്ട് ഈ പോസ്റ്റ് ഡെലിവറി ഒരു 2 months ഈ വയറ് ചാടാതിരിക്കാനും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വേദവെള്ളവും ഇതിനെയൊക്കെ കാട്ടിലും നമ്മളുടെ ഇന്നത്തെ കാലത്ത് അതൊക്കെ നടക്കുന്ന കാര്യമില്ല. ഇന്നിപ്പം ഇറ്റ് പോസിബിൾ. അപ്പം അതിനെക്കാട്ടിലും ഒക്കെ ഈ ഒരു സംഗതികൾ, ന്യൂട്രീഷൻ നമ്മൾ ഡയറ്റ് കൊടുക്കുക കൃത്യമായിട്ട്, പ്രോപ്പറായിട്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും പറയുക, പ്രോപ്പറായിട്ട് ഒരു 2 months അവർക്ക് എന്നും വേണ്ട റെഗുലാരിറ്റിയിൽ നമ്മൾ പറയുന്ന രീതിയിൽ അബ്ഡോമിനൽ എക്സസൈസ്, പിന്നെ ഒരു റുട്ടീൻ എക്സസൈസ്, വണ്ണം വയ്ക്കാതിരിക്കാൻ, പക്ഷെ നല്ല മസിൽസ് ഒക്കെ ടോൺ ചെയ്യാനുള്ള അതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവർക്കൊരു കോൺഫിഡൻസ് വരും. പഴയ പോലെ ഞാൻ എത്തി, പഴയ ആ ഒരു ലെവലിൽ, ഇപ്പോൾ ഒരു പ്രസവം കൊണ്ട് ഞാൻ എൻ്റെ കംപ്ലീറ്റ് ഷേപ്പ് മാറില്ലെന്ന്, അതൊരു മാനസിക പ്രശ്നം. പിന്നെ ഈ 2 കുട്ടികളൊക്കെ നോർമലി ആയി കഴിയുമ്പം എന്തായാലും ഈ യോനി ഭാഗത്തിന്റെ ഒരു വലിയ ലൂസനിങ് വരും. തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ലൂസൻഡ്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം ഡോക്ടർ. ഒരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ ഹലോ, ചോദിച്ചോളൂ. ഹലോ, ആ കോൾ കട്ടായി തോന്നുന്നു. ഡോക്ടർ മസിൽ ലൂസനിങ്ങിനെ കുറിച്ച് അപ്പം ഇത് ഒരു വലിയ ഒരു പ്രശ്നമാണ്. പിന്നെ ചില ഭാഗങ്ങളിൽ ചില വിഭാഗക്കാർക്ക് 2 കുട്ടികളൊന്നുമല്ല, ദാറ്റ് ഈസ് ഒരുപാട് പ്രസവങ്ങളുള്ളവരുണ്ട് അല്ലേ, 6, 7 ഒക്കെ ഇന്നും പ്രസവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പം അവിടെയാണ് പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വേറെ കെയർ ഒന്നും ഉണ്ടാവത്തില്ല. ഈ ഒരു വെജൈനൽ ലൂസനിങ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ തമാശയായിട്ട് ഇപ്പോൾ ഇത് കേൾക്കുന്നവരൊരു വളരെ നാണത്തോടു കൂടി ഇതൊക്കെ എന്തൊക്കെ ഇവർ പറയണേ എന്നൊക്കെ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എൻ്റെ അടുത്ത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇത് വെളിയിൽ പറയാതെ വന്ന് 80% 100% പെൺകുട്ടികളും ഇത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറയുന്നത്. വെച്ചാൽ ഇത് കേൾക്കുന്നവർക്ക് അവരുടെ മനസ്സിനുള്ളിൽ അറിയാൻ പറ്റും. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ, ഒരു മിനിറ്റ്. ടിവിയുടെ വോളിയം കംപ്ലീറ്റ് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഫോണിൽ ശ്രദ്ധിക്കണേ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. എനിക്ക് 20 വയസ്സാ. അപ്പൊ പീരിയഡ്സിന്റെ ഡിസീസിനാണ് പറഞ്ഞത്. മനസ്സിലായി, പോളിസിസ്റ്റിക് ഓവറി. പിന്നെ തൈറോയ്ഡ് ഉണ്ട്, അത് നോർമൽ സൈസാണ്. ഒന്നങ്ങടെ ഡോക്ടറിന് പറഞ്ഞത്. ആ ടിവിയുടെ ഇത് കുറയ്ക്കാതെ ഒന്നും കേൾക്കണില്ല. TV കംപ്ലീറ്റ് ആയിട്ട് മ്യൂട്ട് ചെയ്തോളൂ, എന്നിട്ട് സംസാരിക്കൂ. എന്നാലേ നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ. സൈലന്റ് ആക്കിയിട്ട് സംസാരിക്കും.
ആ ഇനി പറയ്. അപ്പോ ആ കേൾക്കാതിട്ട് പറഞ്ഞോളൂ. ഹലോ, ആ പറഞ്ഞോളൂ. അപ്പൊ അപ്പോട് എന്ന് പറഞ്ഞ മരുന്നാണ് ഡോക്ടർ കഴിക്കാൻ പറഞ്ഞത്. എന്ത് മരുന്ന്? ഈ കോള് ക്ലിയർ അല്ല, അതുകൊണ്ട് ഡോക്ടർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതിലേക്ക് നമ്മൾ ഇതിപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിന്റ് ആണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി ഇത് ഒരുപാട് പേർക്ക് ഇതിൽ നിന്ന് ഒരു മോചനം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഇറ്റ്. അപ്പോൾ ഈ ഒത്തിരി ഗേപ്പിംഗ് ഓഫ് വെജൈന, ഇത് വെജൈനൽ ഗേപ്പിംഗ് എന്ന് പറയും. സോ അപ്പം ഇത് ആദ്യം സ്ത്രീയല്ല ഇത് അറിയുന്നത്, പുരുഷനാണ്. ദാറ്റ് ഈസ് ദ പാർട്ട്ണർ, മെയിൽ പാർട്ട്ണർ സെക്ഷുവലി ബന്ധപ്പെടുമ്പം കംപ്ലൈൻറ്റ് ആദ്യം വരുന്നത്. ഇതൊക്കെയാണ് ചെറിയ ചെറിയ അലോസതകൾ, ദാറ്റ് ഈസ് ഒരു ഇഷ്ടമില്ലായ്മകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ, ചിലപ്പം നേരിട്ട് പറയണം എന്നില്ല, ആ ദേഷ്യം അതൊരു ദേഷ്യമായിട്ട് ചിലപ്പോൾ മനസ്സിൽ കരുതുന്നവരുണ്ട്. എന്നുവെച്ചാൽ ഇന്നും നമ്മുടെ ഒരു ഇതിൽ തമ്മിൽ തുറന്നു പറയുന്ന ഒരു സെക്ഷുവൽ പ്രോബ്ലംസ് തുറന്നു പറയുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കൾച്ചർ ഇപ്പോഴും ഇല്ലല്ലോ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുക, അങ്ങനെയൊക്കെ ഉള്ളൂ. മേ ബി ഫ്രണ്ട്സിൻ്റെ അടുത്ത് വേണമെങ്കിൽ ആണുങ്ങൾ പറയുമായിരിക്കും, സ്ത്രീകൾ അതും പറയത്തില്ല. സോ ആ ഒരു സംഗതി എന്ന് പറയുമ്പോഴത്തേക്കും വെജൈനൽ ഗേപ്പിംഗ് വരുമ്പോൾ ഒരു മെയിലിന് ആ ടൈറ്റ്നെസ് ഓഫ് വെജൈന ഇല്ലാത്തതുകൊണ്ട് പണ്ട് അവർക്ക് എങ്ങനെയാണ് അവർ ഈ വെജൈനൽ ഇതിൽ, അതായത് അവരുടെ ഈ സെക്ഷുവൽ ഇന്റർകോഴ്സ് സമയത്ത് ഉണ്ടാവുന്ന എൻട്രി, ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ദാറ്റ് ഗുഡ് ഫീൽ ഒരിക്കലും കിട്ടത്തില്ല ഈ ലൂസ് ആയിട്ടുള്ള വെജൈനയാവുമ്പോൾ. സോ അത് വന്നിട്ട് അവരെ ഒരുപാട് ഇറിറ്റേറ്റഡ് ആവും. ദാറ്റ് ഈസ് ആ ഒരു സെക്ഷുവൽ ഫീൽ ഉണ്ടാവില്ല, ഇന്റർകോഴ്സ് നടന്നതായിട്ടുള്ള ഫീൽ ഉണ്ടാവില്ല. അപ്പൊ അത് ആ പെൺകുട്ടിക്ക് മനസ്സിലാവാൻ പറ്റും ദാറ്റ് ഹീ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് എന്നുള്ളത്. അപ്പം അവർക്കും അതിൻ്റെ ഇത് മനസ്സിലാക്കാൻ പറ്റും. സോ ആ ഒരു പ്രോബ്ലവുമായിട്ട് പലരും ഇപ്പോഴും മുമ്പോട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. അതിന് വളരെ വളരെ ഫലപ്രദമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് അറിയില്ല പലർക്കും. അത് നമ്മളിപ്പോൾ ചെയ്യുന്ന ഏറ്റവും ഇഫക്റ്റീവ് സർജറി വെജൈനോപ്ലാസ്റ്റി, ദാറ്റ് ഈസ് നമ്മൾ വെജൈനൽ റിപ്പയർ. അതായത് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? 2 കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം. ഒന്ന്, ഈ പ്രസവ സമയത്ത് ഉണ്ടാകുന്ന ഈ എന്തെങ്കിലും ആ പേശികളുടെ, അതായത് ഈ പേശികളാണല്ലോ ഈ ടൈറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എലാസ്റ്റിസിറ്റി, ആ പേശികളുടെ ഡാമേജ് ആവാം. കുറേ നേരം പ്രസവത്തിൽ കുഞ്ഞിൻ്റെ തല വന്നിട്ട് എടുക്കാൻ പറ്റാണ്ടാവുക, അല്ലെങ്കിൽ കുറച്ച് പ്രായം കഴിയുമ്പം നമ്മുടെ സ്ത്രീ ഹോർമോണുകൾ കുറയുമ്പോൾ ഉണ്ടാവുന്ന ലൂസിനിങ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജ് പറ്റിയോ, അല്ലെങ്കിൽ വേറെ ക്ഷതം വല്ലതും പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇഞ്ചുറി പറ്റി, ആക്സിഡൻറ്റ് പറ്റി, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അത് ഇതാവാം. പിന്നെ ഈ 2-3-4 പ്രസവം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും വരാം. സോ അതിന് നമുക്ക് 2 മസിൽസിനെ നല്ല രീതിയിൽ ടൈറ്റൻ ചെയ്ത് വെജൈനൽ റിപ്പയറും പിന്നെ PFR എന്ന് പറയും, പെൽവിക് ഫ്ലോർ റിപ്പയർ. അപ്പോൾ ഇതിനെ നമ്മൾ പഴയതുപോലെ ആക്കാൻ പറ്റും. 2 മസിൽസും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നമുക്ക് ഡോൺ ചെയ്ത് 2നെയും ഒരേ ടൈപ്പിൽ ടൈറ്റൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഈ പെൽവിക് ഫ്ലോർ എന്ന് പറയുന്നത് അതും നമുക്ക് റിപ്പയർ ചെയ്യണം. ആ ലിഗമെന്റ്സിനെ ഒരുമിച്ച് റിപ്പയർ ചെയ്യണം. വളരെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സർജറി, വളരെ വെരി സിമ്പിൾ. അവിടെ മാത്രം താഴ്ഭാഗം മാത്രം മരവിപ്പിച്ചിട്ട് ഒരു 2-3 ദിവസമേ ആശുപത്രിയിൽ കിടക്കേണ്ട കാര്യമുള്ളൂ. വലിയ റെസ്റ്റോ സംഭവങ്ങളൊന്നുമില്ല, വയറ് തുറക്കുന്ന ഒരു പരിപാടിയില്ല, താഴെ കൂടെയാണ് ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. വെയിറ്റ് മാത്രം 1-2 ആഴ്ചത്തേക്ക് എടുക്കാതിരിക്കാൻ നമ്മൾ പറയും. വേറെ പ്രത്യേകിച്ച് ഒരു ഇതിൽ. പിന്നെ ബന്ധപ്പെടുന്നത് കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും, ഇതൊന്നും ഉണങ്ങി കിട്ടുന്നവരെ, ഹീൽ ചെയ്യുന്നവരെ. ഇത്രേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു സർജറി ഉള്ളതും അതിൽ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവുന്നുള്ളതും പലർക്കും അറിയത്തില്ല. പഴയ പോലെ നമുക്ക് നീറ്റായിട്ട് അതിനെ ആക്കാൻ പറ്റുന്നുള്ളത് അല്ല. അപ്പം വെജൈനൽ റിപ്പയർ വിത്ത് PFR ഇത് നമ്മൾ ഒത്തിരി പേർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെജൈനൽ ഗേപ്പിംഗ്, അതായത് വെജൈന വലുതായി പോവുക, അല്ലെങ്കിൽ യോനിഭാഗം വലുതായിട്ട് സെക്ഷുവലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്രോച്ച് ചെയ്യാം. നല്ല രീതിയിൽ നമുക്ക് വെജൈനൽ റിപ്പയർ ചെയ്യാം, വെജൈനൽ പ്ലാസ്റ്റി ചെയ്യാം, വിത്ത് പെൽവിക് ഫ്ലോർ റിപ്പയറും കൂടെ ചെയ്ത് കൊടുത്താൽ വളരെയധികം നമുക്ക് ഇത് ഫലപ്രദമായ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ആ ബോധവൽക്കരണം പലർക്കും ഇല്ല. പിന്നെ അതിനുശേഷമുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് വളരെ വ്യത്യാസമായിരിക്കും. അത് പുരുഷന്മാരിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. സോ അതൊരു വലിയ വലിയ റെമഡിയാണ് നമുക്ക് സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അവർക്കൊരു ആത്മവിശ്വാസവും കൊടുക്കാൻ പറ്റും. നമുക്കൊരു കോൾ ഉണ്ട്, നോക്കാം. ഹലോ
ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, കൊല്ലത്ത് നിന്നാണ്. ഡോക്ടർ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. ഹലോ. കേക്കാം, പറഞ്ഞോളൂ. ഞാൻ എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി. അപ്പൊ എനിക്കൊരു മോളുണ്ട്, ഓൾറെഡി മോളുണ്ട്. ഞങ്ങൾക്ക് 7 വയസ്സായി. അപ്പൊ 5 വയസ്സ്, കുഞ്ഞിന് 5 വയസ്സായ തൽക്കാലത്തെ ഒരു കുട്ടി വേണ്ടാന്നുള്ള നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ഇപ്പൊ 2 വർഷം കൊണ്ട് ഞാൻ ഒരു കുട്ടി വേണം, അതിന്റെ രീതിയിൽ ചെയ്യുന്ന ഒരു കുട്ടിയുടെ വേണമെന്നുള്ള ആഗ്രഹത്തിലാണ്. പക്ഷെ അത് ഒന്നും ആവുന്നില്ല. നോക്കിയോ? ഡോക്ടർമാരെങ്കിലും കാണിച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയോ? ഇല്ലല്ലോ, ടെസ്റ്റ്. പക്ഷെ പിന്നെ ബീജം ഒഴിക്കുന്ന ബീജം അതേ രീതിയിൽ പുറത്തോട്ട് തിളങ്ങാൻ എന്താ കാരണം? അല്ല, അത് സാരമില്ല. അത് യൂഷ്വലായിട്ട് ഉള്ളത് തന്നെയാണ്. അത് ഒരു കാര്യം ചെയ്താൽ മതി. ഒരു 2-3 തലയാണ് 2-3 തലയാണ് ബട്ടക്സിന് താഴെ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഒരു 15 മിനിറ്റ് അങ്ങനെ തന്നെ കിടക്കുക. ഓക്കെ, അത് അത്രയുമില്ല, അതിൽ കാര്യമൊന്നുമില്ല. അതൊരു വലിയ പ്രോബ്ലം അല്ല. അല്ല, ഡോക്ടറെ ഒന്ന് കാണിക്കൂ. 2 വർഷമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നു, കുട്ടികളെ കിട്ടുന്നില്ല. അപ്പൊ 2 പേർക്കും വല്ല പ്രോബ്ലം ഉണ്ടോ? ഭർത്താവിന്റെ ബീജത്തിന് കുറവുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോർമോൺ പ്രോബ്ലം ഉണ്ടോ? ഇതൊക്കെ അറിയണ്ടേ? അപ്പൊ അത് ഇനി സമയമായി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇനി വയസ്സ് കൂടുന്തോറും കഴിവതും നമുക്ക് അതിന്റെ സാധ്യത കുറയേ ഉള്ളൂ. അപ്പൊ എന്തായാലും കാണിക്കുക കേട്ടോ. 2 പേരും പോയി കാണിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് അനു, ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. അനു, ഡോക്ടർ ചോദിച്ചോളൂ. പറഞ്ഞോളൂ അനു. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായി. അപ്പോ ഒരു വട്ടം പ്രഗ്നന്റ് ആയതാണ്. അത് അബോർട്ടായി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മതിയെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പൊ എനിക്ക് തൈറോയിഡിന്റെ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ടെസ്റ്റ് ചെയ്തിട്ട് ചേർച്ചയാണെങ്കിലേ ഉള്ളൂ. അപ്പൊ എന്റെ ഒരു കസിന്റെ ആയിട്ട് കുട്ടികളൊന്നും ഉണ്ടാവാതെയൊക്കെ ഇരുന്നു. അപ്പൊ ഈ തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ പ്രഗ്നന്റ് ആവാനായിട്ട് വൈകോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഉണ്ട്. തൈറോയിഡിന്റെ പ്രശ്നമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ പല ദോഷങ്ങളുണ്ടാവും. ആദ്യം ഓവുലേഷൻ ഉണ്ടാവില്ല, പിന്നെ അഥവാ കുട്ടികളുണ്ടായാൽ അബോർഷൻ ഉണ്ടാവും, പിന്നെ കുട്ടിയുടെ വളർച്ച കുറയും. തൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റിക്ക് എല്ലാ രീതിയിലും ആവശ്യമുള്ളതാണ്. അപ്പൊ ആദ്യം അതൊരു കുറച്ച് കമ്മിയായിരുന്നു. ഇപ്പം ചെയ്യുന്നോണ്ട് പ്രശ്നമുണ്ടോന്ന് അറിയണം. അല്ലേ, ആദ്യം അതൊരു ഡോക്ടറെ കാണിച്ച് അതൊന്ന് കറക്റ്റ് ചെയ്യൂ. ഒരു മരുന്ന്, സിമ്പിൾ ആയിട്ടുള്ള ഒരു മരുന്ന് കഴിക്കേണ്ട കാര്യമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനുള്ള അത്യാവശ്യം ഡോസ് അവർ പറയും. നിങ്ങളുടെ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കിയിട്ട്. അപ്പൊ അത് നോക്കുക. പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കുക. ഹസ്ബൻഡിനെയും കൂടെ ഒന്ന് സെമൻ അനാലിസിസ് ചെയ്യാൻ പറയാം, സെമൻ ടെസ്റ്റ് ചെയ്യാൻ പറയാം. ഇത്രയും കാര്യങ്ങൾ ബേസിക് വേണ്ടേ? പിന്നെ ഇത് എന്റെ പീരിയഡ്സ് ആവുന്നത് കറക്റ്റ് ഒരു ഡേറ്റ് വരുന്നില്ല, മാറിയൊക്കെ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 1-ാം തീയതി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് 19-ാം തീയതി, പിന്നെ വരുന്നത് നെക്സ്റ്റ് മന്ത് 5-ാം തീയതി, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ അതൊരു ഇഷ്യൂ ഉണ്ടാവും. അതായത് ഇതിപ്പം നമ്മൾ തനിയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആത്മകഥം പോലെ വല്ലതും നടക്കുവോ? ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെ ഇതെന്താ ചെയ്യണ്ടേ? ഇതൊക്കെ ഒരു ഡോക്ടറുടെ അടുത്തല്ലേ ചോദിക്കേണ്ട പോയിട്ട്. എപ്പോഴേ കൺസൾട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കണോ? അതല്ലേ ആദ്യം ചെയ്യണ്ടേ? അത് ചെയ്തോളൂ കേട്ടോ. ഓക്കെ അനു, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടർ, അതുപോലെ ഈ സെക്ഷൽ ഫ്രിജിഡ്നെസ് എന്ന് കേട്ടിട്ടുണ്ട്. അത് പറയാൻ പോവായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ, നമ്മൾ ഈ ചില ചികിത്സകൾ ഉണ്ടെന്നുള്ളത് അറിയാത്ത 1-2 കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞേക്കാം. അതേപോലെ ചില സ്ത്രീകൾക്ക് ഇപ്പോൾ ഈ വെജൈനോപ്ലാസ്റ്റി ഞാൻ പറഞ്ഞില്ല, വെജൈനൽ റിപ്പയർ വിത്ത് ഇത്, അത് ഉള്ളതുപോലെ തന്നെ ഈ ചിലർക്ക് ഈ ബന്ധപ്പെടുമ്പോൾ അറിയാതെ യൂറിൻ പോവും. ഇതൊരു ഭയങ്കര വിഷമമായിട്ട് സ്ത്രീകൾക്കുള്ള ഒരു കാര്യം. ഹസ്ബൻഡിനെ അറിയിക്കാനും ബുദ്ധിമുട്ട്, എന്നാൽ അറിയുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒരു സ്ത്രീ ഇപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. SUI എന്ന് പറയും, അത് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്. അതായത് നമുക്ക് ഒത്തിരി വയറിൻ്റെ പ്രഷർ കൂടുമ്പം, ചുമയ്ക്കുമ്പം, തുമ്മുമ്പം,
അങ്ങനെയൊക്കെ ഉള്ള സമയത്തും അതേപോലെ ഇന്റർകോഴ്സിൽ ഏർപ്പെടുമ്പോഴും അറിയാതെ യൂറിൻ പോവും. സോ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ പലരുടെയും വിചാരം അതിന് ട്രീറ്റ്മെന്റ് ഇല്ല. അപ്പം പലരിടത്തും പോകുമ്പം പഴയ സ്കൂൾ ഓഫ് തോട്ടിലുള്ള ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിൽ അവർ പറയും എക്സസൈസ്, പെൽവിക് ഫ്ലോർ എക്സസൈസ്, യൂറിൻ പോകുമ്പോൾ ഇങ്ങനെ നിർത്തും പോലെ ഇങ്ങനെ പിടിച്ചാൽ മതി. ഇതൊക്കെ ഒന്നും ഒരു ലെവൽ വരെ അല്ലാതെ പ്രാക്ടിക്കൽ. ഇപ്പം വളരെ പക്ക ട്രീറ്റ്മെന്റ് ഉണ്ട്. ടേപ്പ് ചികിത്സ, TVT ടേപ്പ് തന്നെ, വെജൈനൽ ടേപ്പാണ് നമ്മളിടുന്നത്. ആ ടേപ്പ് ഇമ്പോർട്ടഡ് ആണ്. അത് വന്നിട്ട് കോസ്റ്റ്ലി, ദാറ്റ് ഈസ് കോസ്റ്റ്ലി ഇൻ ദ സെൻസ് 20,000 to 25,000 റുപ്പീസോളം വരും ആ ടേപ്പ്. അത് ആജീവനാന്തം ദേഹത്ത് നിന്ന് അലിഞ്ഞു പോവാത്തതാണ്. താഴെക്കൂടെ, അതും ഇതേപോലെ 1-2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി. വയറൊന്നും തുറന്നിട്ടുള്ള ചികിത്സയല്ല, ചെറിയ മരവിപ്പിച്ചിട്ട്, അതായത് ഈ മൂത്രനാളി താന്നു പോകുന്നതുണ്ട്. അതും ഇതേപോലെ ആ നമ്മുടെ അവിടെ ഉള്ള പേശികൾക്കുണ്ടാവുന്ന ക്ഷതം കാരണം മൂത്രനാളിയും കൂടെ താന്നു പോകും, ഈ ഗർഭപാത്രത്തിന് പറ്റുന്ന പോലെ തന്നെ. അപ്പൊ അതിനെ ഒന്ന് ഇങ്ങനെ പൊക്കി വെക്കാനായിട്ട് നമ്മൾ ഈ ടേപ്പ് താഴെ കൂടെ തന്നെ ഇട്ട് മുകളിൽ ഹോൾഡ് ചെയ്ത് വെക്കും. അത് ആജീവനാന്തം അങ്ങനെ തന്നെ കിടന്നോളും. ഇത് ലൈഫ് ലോങ് ക്യൂർ കിട്ടും ഈ TVT ടേപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ തുമ്മുമ്പം അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ പലർക്കും അത് പാഡൊക്കെ വെച്ചുകൊണ്ട്, നാപ്കിൻ വെച്ചുകൊണ്ട് സ്ഥിരം വെച്ച് നടക്കുന്ന സ്ത്രീകളുണ്ട്. സോ അതും ഈ ഇന്റർകോഴ്സ് സമയത്ത് ഒരു വലിയ പ്രശ്നമായിട്ട് അതിനുണ്ടും അത് മടിക്കുന്നവരും ഉണ്ട്. സോ അതും എല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതിന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ട്, ലൈഫ് ലോങ് ക്യൂർ ആണ്. ഒരുപാട് കാലമായിട്ട്, ഒരു 10-13 വർഷമായിട്ട് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇപ്പോഴും അതിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം ഇല്ല. എന്നുവെച്ചാൽ ഒത്തിരി പേര് അത് ചെയ്യുന്നില്ല. അതിന് പ്രത്യേക ട്രെയിനിങ് വേണം, എന്നല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സിസ്റ്റോസ്കോപ്പി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പലരും അതിനെ എൻകറേജ് ചെയ്യാറില്ല ഗൈനക്കോളജിസ്റ്റുകൾ. അത്രേ ഉള്ളൂ. ഇത് രണ്ടും കൂടി അറിഞ്ഞവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതും കൂടി ഒരു കാര്യം ഇവിടെ എനിക്ക് ഒന്ന് ബോധവൽക്കരിക്കണം എന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിത്യ ചോദിച്ച പോയിന്റ്, ലോസ് ഓഫ് ലിബിഡോ അല്ലെങ്കിൽ ഫ്രിജിഡിറ്റി. അതായത് അത് വരുന്നത് അടുത്ത പ്രായത്തിലാണ്. മെനോപോസുമായിട്ട് അടുത്ത് വരുമ്പം ഒരു താല്പര്യമില്ലായ്മ, അത് മിക്കവാറും ഹസ്ബൻഡാണ് കൊണ്ടുവരുന്നത് കംപ്ലൈന്റുമായിട്ട്. ഒരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അത് നാച്ചുറൽ ആണ്. നാച്ചുറലി ഒരു സ്ത്രീക്ക് അവരുടെ സ്ത്രീ ഹോർമോണുകൾ കുറഞ്ഞു വരുന്ന ഒരു സമയം, ഈസ്ട്രജൻ ഹോർമോൺസ്, ഈസ്ട്രജൻ അതാണല്ലോ എന്തെങ്കിലും ഒരു ഫീൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ സോ അത് പതുക്കെ കുറഞ്ഞു വരികയും അവർ ആർത്തവ വിരാമത്തിലേക്ക് പോകുന്ന അതിൻ്റെ മുമ്പേ ഉള്ള സമയം അല്ലെങ്കിൽ അതിന് ശേഷമുള്ള, അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ പറയുന്ന ഫ്രിജിഡിറ്റിയും അല്ലെങ്കിൽ ലോസ് ഓഫ് ലിബിഡോയും ഒക്കെ കൂടുതൽ കാണുന്നത്. സോ അത് മെയിൻലി പറയുകയാണെങ്കിൽ ആ ഹോർമോൺസിന്റെ കുറവും ന്യൂട്രീഷണൽ ഇംബാലൻസും. അതായത് ആ സമയത്ത് എന്ത് പറ്റും, ന്യൂട്രീഷനും കുറേ അധികം നമ്മളെ ബോഡിയിൽ ഒത്തിരി മാറ്റങ്ങൾ നടക്കുന്ന സമയം. നമ്മൾ എങ്ങനെ രുതുമതിയാവുമ്പോഴത്തേക്ക് ഒരു ഒത്തിരി മാറ്റം ഒരു പെൺകുട്ടിക്ക് നടക്കണോ അതേപോലെ അത് നിലയ്ക്കുമ്പോഴും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവും. സോ അപ്പൊ ആ സ്ത്രീക്ക് അതൊരു വലിയ, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് അവരൊരു വല്ലാത്ത മാനസികാവസ്ഥയിലായിരിക്കും. അപ്പൊ നമുക്ക് ഏകദേശം ആ 45-55 വയസ്സിനിടയിലുള്ള ഒരു സ്ത്രീകളെ കണ്ട എപ്പോ നോക്കിയാലും ദേഷ്യപ്പെടുകയും, നമ്മൾ പറയാറില്ലേ ഇവർക്ക് എന്താ ഈ നേരത്തെ എപ്പോഴും, അപ്പൊ നമുക്ക് വല്ലാത്ത ഒരു ദേഷ്യവും അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിരിക്കും. ഈ രണ്ടിൽ എന്തെങ്കിലും ഒരു രീതിയിൽ ഇവരെ കാണാൻ പറ്റും നമുക്ക്. പക്ഷെ അത് അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയിൽ എല്ലാം ഉണ്ട്. നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ, അതായത് അത് മെനോപോസ് ആവുമ്പോഴല്ല, അതിനൊരു നമ്മളൊരു ഫാമിലിയിൽ 40-45 ഇടയ്ക്കാണെങ്കിൽ നമ്മൾ 40 തന്നെ തുടങ്ങുന്നു. മൈക്രോ ന്യൂട്രിയൻസ് ചെറിയ തോതിൽ വേണമെങ്കിൽ, വളരെ അവർക്ക് വന്നിട്ട് ഒരു സെക്ഷുവൽ ഇൻട്രസ്റ്റേ ഇല്ല എന്ന ഹസ്ബൻഡിന് ഒരു കംപ്ലൈന്റ്, ചെറിയ തോതിൽ സ്മോൾ ഡോസ് ഓഫ് ഹോർമോൺ റീപ്ലേസ്മെന്റ്, ചെറുതായിട്ട് ഹോർമോൺ കൊടുത്തിട്ട് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അത് നമ്മൾ അത്ര ചെറിയ ഡോസിലാണ് കൊടുക്കുന്നത്. അത് ചെറിയ ഡോസിൽ കുറച്ച് ദിവസത്തേക്ക് അവരെ ഒന്ന് ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്നവരെ, എന്നിട്ട് പതുക്കെ നമ്മൾ ന്യൂട്രിയൻസും ഇതും എല്ലാം കൊടുത്ത് അവരെ ഈ രണ്ടും കൂടി, അതിന് മെനോപോസൽ ക്ലിനിക്ക് ഉണ്ട് എനിക്ക്. അപ്പൊ സോ ഇങ്ങനെയാണ് യൂഷ്വലി ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഇത് രണ്ടും കൂടി കൊടുത്തിട്ട് പതുക്കെ ഹോർമോൺ വിഡ്രോ ചെയ്തിട്ട് അവരെ ബോഡിയെ സ്ലോ വിഡ്രോയൽ, ഇപ്പൊ ദിവസവും കൊടുക്കണതിന് ഓൾട്ടർനേറ്റ് ആക്കും, അങ്ങനെ വിഡ്രോ ചെയ്തിട്ട് പിന്നെ ഈ ന്യൂട്രീഷൻ മാത്രം ഉപയോഗിച്ച് അവരുടെ പഴയ സ്ഥിതിയിൽ തന്നെ, അതായത് ഈ സ്ത്രീക്ക് മെനോപോസ് കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകാതെ രീതിയിൽ, അതിനോടൊപ്പം ഡയറ്റ് മോഡിഫിക്കേഷൻ, ഡയറ്റിൽ എന്തൊക്കെ കൂടുതൽ അവർ ഉപയോഗിക്കണം. അപ്പൊ അങ്ങനത്തെ സ്ത്രീകൾ കൂടുതലും ഡയബറ്റിക് അല്ലെങ്കിൽ ചേന, കാച്ചില്, ഇത്തരം ഈസ്ട്രജൻ കൂടുതലുള്ള സംഗതികൾ, പിന്നെ മാതളം,
ഇതൊക്കെ ഒരുപാട് ഉപയോഗിക്കുക. അപ്പോൾ അതെല്ലാം ഒരുപാട് ഗുണം ചെയ്യും. ഗ്രേപ്സ്, സോ ദീസ് തിങ്സ്, സോയാബീൻസ്, സോ ഇതൊക്കെ ഫെർട്ടിലിറ്റിക്ക് ഒരുപാട്, തക്കാളി, ഇതെല്ലാം ഒത്തിരി പോയിന്റ് ഉണ്ട് ഇതിലെല്ലാം കാരണങ്ങൾ. അപ്പോൾ നമ്മൾ അതിലുള്ള ഡയറ്റ്, ഇത് മാത്രമല്ല ഒത്തിരി ഉണ്ട് ഡയറ്റിൽ. കുറേ ചേർക്കുമ്പോൾ ആ വ്യത്യാസം ഡയറ്റ് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും മരുന്ന് വേണമെന്നില്ല, ഡയറ്റിലുള്ള മോഡിഫിക്കേഷൻ പറഞ്ഞു കൊടുക്കും. ഈ മെനോപോസൽ ക്ലിനിക് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടിയാണ് കൗൺസിലിങ്. അപ്പം അതിലുള്ള ഡയറ്റ് മോഡിഫിക്കേഷൻ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നു, ഈ ചേഞ്ച് ഓവർ നടക്കുന്നു എന്ന് അവർ ഫീൽ ചെയ്യരുത്. ക്വാളിറ്റി ഓഫ് ലൈഫിന് ഒരു കുഴപ്പം വരരുത്. ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് ഒരു കംപ്ലൈന്റ് വരരുത്. ഇവര് പഴയ ആളെല്ലാം മാറിപ്പോയി, അവൾക്ക് ഒന്നിലും താല്പര്യമില്ല എന്ന് പറഞ്ഞാണ് യൂഷ്വലി ഹസ്ബൻഡ് കൊണ്ടുവരുന്നത്. സോ ആ ഒരു സംഭവം മാറിയിട്ട് പഴയതുപോലെ അവർക്ക് അതുപോലെ അവരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് ചെയ്യുന്നതാണല്ലോ നമ്മളിപ്പോൾ ഇത്രയും പഠിക്കുന്നതിനും നമ്മളുടെ വ്യത്യാസങ്ങളുള്ള മരുന്നുകൾ വരുന്നതിനും ഡയറ്ററി സപ്ലിമെന്റ്സ് വന്ന് ഇപ്പം നമുക്ക് നമ്മുടെ സാങ്കേതിക വിദ്യകൾ മാറുന്നത് കൊണ്ടും നമ്മളെ പഠിത്തത്തിന്റെ അതിർവരമ്പുകൾ അങ്ങ് കടന്ന് പല ദേശങ്ങളിലേക്ക് പോകുന്നതിന് എന്താ ഗുണം? എന്താ? ഒരാളുടെ ബേസിക് ക്വാളിറ്റി ലൈഫ് നന്നാവണം. ഇപ്പൊ 40 വയസ്സിലെ ഒരു സ്ത്രീക്ക് എല്ലാം കഴിഞ്ഞു എന്ന് വെച്ചാൽ അവർ 80 വയസ്സ് വരെ ജീവിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? സോ അത് നന്നാക്കി കൊടുക്കുക, അത് സാമൂഹിക നന്മയാണ്, നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാത്തിനും പരിഹാരമുണ്ട്. സോ എനി സെക്ഷൽ പ്രോബ്ലം സ്ത്രീകൾ വിചാരിക്കണേ ഇതിന് പരിഹാരമില്ല, അതിന് പറയാം, ഞാൻ പറയാം, ഇത്രയേ ഉള്ളൂ, പറയാൻ മടിക്കരുത്. അറ്റ്ലീസ്റ്റ് ടു യുവർ ഗൈനക്കോളജിസ്റ്റ്, ഇതും കൂടെ ഡീൽ ചെയ്യുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ്. അല്ലാത്ത വല്ലവരുടെയും പറഞ്ഞാൽ വേറെ വല്ലതൊക്കെ വഴക്കം പറഞ്ഞ് വീട്ടിൽ വിടുവര്. സോ അത് ആരെ കാണണം? എല്ലാ ഗൈനക്കോളജിസ്റ്റിലും കാണും, പക്ഷെ അതുമായിട്ട് ബേസ് ചെയ്ത് നിങ്ങൾക്ക് കൗൺസിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. സോ അങ്ങനെ ഒരാളെ തന്നെ കാണണം. സോ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. സോ ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം ഇതൊന്നും ചെറിയതല്ല, വലിയ കാര്യമാണെന്ന് എനിക്കറിയാം. ഒരുവിധമെങ്കിലും എല്ലാവർക്കും ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ടാവും ഇതൊക്കെ പോയി പറയാനും. അറ്റ്ലീസ്റ്റ് ആരെയും വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങളെ ഗൈനക്കോളജിസ്റ്റിനെ വിശ്വസിക്കാം. വിശ്വസിച്ച് പോയി ദയവ് ചെയ്ത് പറയുക ധൈര്യമായിട്ട്. എൻ്റെ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം, കാര്യങ്ങൾ ചോദിക്കാം. ഇതിലൊന്നും വിഷമിക്കേണ്ട, ഇതൊരു നന്മയായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. സോ വിഷമിക്കേണ്ട, നാണിക്കേണ്ട. ഇത് എല്ലാ നമ്മുടെ ദേഹത്തിൻ്റെ എല്ലാ അവയവങ്ങളെ പോലെ ഒരു പ്രക്രിയയാണ്, അല്ലാതെ ഇതിൽ നാണിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ടിരിക്കും. ഇന്നത്തെ കാലത്ത് മുമ്പോട്ട് പോവുക. അതുകൊണ്ട് ഓൾവേസ് സ്റ്റേ ഹെൽത്തി വിത്ത് എ ഗുഡ് സെക്ഷൽ ലൈഫ് ഓൾസോ. അതും വേണം, ടു ബി ഹെൽത്തി. ഓക്കെ. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഡോക്ടറിന് നന്ദി. അടുത്ത ആഴ്ച ലൈഫ് ബീറ്റ്സിൽ ഇതേ സമയം പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.